ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ രോഹിത് നിരപരാധിയാണ് എന്നുള്ള കാര്യം അലീനയോട് പറഞ്ഞു എന്നുള്ള സത്യം മനസ്സിലാക്കി പലരും ശരണിയെ കാണാൻ വരുന്നുണ്ട്. അവരെല്ലാം ശരണിക്ക് കൊടുക്കുന്ന ഉപദേശം അലീനയെ വിശ്വസിക്കരുത്, രോഹിത് കുറ്റക്കാരനല്ല എന്നുള്ള സത്യം വേറെ ആരോടും നീ ഇനി തുറന്നു പറയരുത്, അത് നിനക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കുള്ളൂ. നിനക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ജോലിയോ വീടോ ഒന്നും തന്നെ നിനക്ക് പിന്നീട് കിട്ടില്ല. ഒരു അതിജീവിത അല്ലെങ്കിൽ ഒരു പീഡിപ്പിക്ക കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടി എങ്ങനെയാണോ ജീവിക്കേണ്ടത് അങ്ങനെയാണ് നീ ഇനി ജീവിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും കേട്ടോ എല്ലാവരിൽ നിന്നും അവൾക്ക് കേൾക്കേണ്ടി വരിക. ഒരിക്കലും പുറത്തിറങ്ങരുത്, ഇനി ഒരു ആഘോഷങ്ങളിലോ സന്തോഷമുള്ള ജീവിതം നിനക്ക് ഇനി ഇല്ല, നീ വിഷമത്തിലാണ്, നീ മാനഭംഗപ്പെട്ട പെൺകുട്ടിയാണ്, അതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കണം ഇനി നീ ജീവിക്കേണ്ടത്. നീ ഇനി സ്കൂളിലേക്ക് പോകണ്ട, പഠിക്കണ്ട, നിനക്കൊരു ജോലി ഞങ്ങൾ വാങ്ങിച്ചു തരും, നിനക്ക് നല്ല വീട് വെച്ച് തരും, നിനക്ക് വേണ്ടതെല്ലാം നൽകും. പക്ഷെ നീ ഒരു അതിജീവിതയായി തന്നെ ജീവിക്കണം. ഒരു ഇരയായിട്ട് ജീവിച്ചാൽ മാത്രമേ നിനക്ക് ഇതെല്ലാം കിട്ടുള്ളൂ. ഇനി നീ രോഹിത് കുറ്റക്കാരനല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് മോശമായ രീതിയിലുള്ള ഒരു ഇമേജാണ് ഉണ്ടാക്കി തരുള്ളൂ. അലീന ഒരിക്കലും നിന്നെ സംരക്ഷിക്കാനോ നിന്നെ രക്ഷിക്കാനോ അല്ല നോക്കുക. അവള് ജോലി ചെയ്യുന്ന വീട്ടിലെ പയ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവള് നിന്നെ കാണാൻ വന്നതും നിന്നോട് സ്നേഹം നടിച്ചതും നിന്നോട് കൂട്ടുകൂടിയതും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ശരണ്യക്ക് കേൾക്കേണ്ടി വരിക കേട്ടോ. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അലീനയെ അവിശ്വസിക്കാനോ തെറ്റിദ്ധരിക്കാനോ ശരണ്യ ഒരുക്കമായിരുന്നില്ല. അലീന ചേച്ചി തനിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. താൻ ഇപ്പൊ ഇങ്ങനെ എണീച്ച് നടക്കാനും പഠിക്കാനും സ്കൂളിൽ പോകണമെന്ന് ആഗ്രഹിക്കാനും ഒക്കെ കാരണക്കാരി അലീന ചേച്ചി മാത്രമാണ്. അങ്ങനെയുള്ള അലീന ചേച്ചീനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തെറ്റിദ്ധരിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു കേട്ടോ ശരണ്യയുടെ ഉറച്ച നിലപാട്. അതുപോലെ തന്നെ ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടാലും ആരൊക്കെ രക്ഷപ്പെട്ടാലും രോഹിത് ശിക്ഷിക്കപ്പെടരുത് എന്നൊരു മനോഭാവം അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഉപദ്രവിക്കാൻ കൂട്ടാക്കാതെ മാറി നിന്ന രോഹിത് ഒരിക്കലും കുറ്റക്കാരനല്ല. അയാളെ എല്ലാവരും നിർബന്ധിച്ച് ആ കേസിൽ കുടുക്കിയതാണ്. അത് ശരിയല്ല. ആരൊക്കെ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ആ വാചകം ശരണ്യയുടെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചിന്ത അവളെ ആകെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാശ്വാസ വാക്ക് പറയാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ വീട്ടിലേക്ക് അലീനയെ കയറ്റാൻ പോലും ആരും തയ്യാറായിരുന്നില്ല. ഇനി അലീന വന്നു കഴിഞ്ഞാൽ അത് രോഹിത്തിനെ രക്ഷിക്കുക എന്ന് പറയാൻ മാത്രമായിരിക്കും എന്നുള്ള പേടി കൊണ്ട് ശരണ്യയുടെ വീട്ടുകാരോ ബന്ധുക്കളോ ആരും തന്നെ പിന്നീട് അലീനയെ ശരണ്യയെ കാണാൻ കൂട്ടാക്കിയില്ല. ആരൊക്കെ ശരണ്യയെ കാണാൻ അനുവദിക്കാതിരുന്നാലും തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയും എന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയായിരുന്നു ശരണ്യ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയായാലും എന്തൊക്കെ സംഭവിച്ചാലും രോഹിത് കുറ്റക്കാരനല്ല, അതുകൊണ്ട് രോഹിത് ശിക്ഷിക്കപ്പെടരുത്. എന്നെ ഉപദ്രവിച്ചത് ബാക്കി 3 പേരാണ്, അവര് ശിക്ഷിക്കപ്പെട്ടു കേട്ടോ. ഒരു തെറ്റും ചെയ്യാത്ത ഒരാള് അയാളുടെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത്, അയാളുടെ കുടുംബമാണ് ഈ ചീത്തപ്പേരോട് അപമാനമൊക്കെ സഹിക്കേണ്ടി വരുന്നത് അയാളുടെ കുടുംബത്തിലുള്ളവർ കൂടിയാണ്. അതെന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്റെ വീട്ടുകാരെ എത്രമാത്രം അപമാനവും വിഷമവും സഹിക്കുന്നുണ്ടോ അതേപോലെ തന്നെ ആയിരിക്കില്ലേ അയാളുടെ വീട്ടുകാരും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ വെറുതെ എന്തിനാ ഒരാളുടെ ഭാവി നശിപ്പിക്കുന്നത്. തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ള ചിന്തകളൊക്കെ ശരണ്യയുടെ മനസ്സിലേക്ക് ഓടി ഓടി വരുന്നുണ്ട്. അങ്ങനെ ശരണ്യ ഒരു തീരുമാനത്തിൽ എത്തുകയാണ് കേട്ടോ. ഒന്നെങ്കിൽ കോടതിയിൽ വെച്ച് സത്യം തുറന്നു പറയാം, മൊഴി മാറ്റി പറയാ, രോഹിത്തിനെ രക്ഷിക്കുക. അല്ലെങ്കിൽ എന്താണ് അലീന ചേച്ചിയോട് ചോദിക്കണം, അവരെന്താണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് എല്ലാവരോടും കാര്യം പറയാ. ഇനി എന്നെക്കുറിച്ച് ആര് എന്തൊക്കെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഒരു ഇരയായിട്ട് എന്നും വീടിനുള്ളിൽ അടച്ചുപൂട്ടി ഇരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇവർ വാഗ്ദാനം ചെയ്യുന്ന ജോലിയോ വീടോ നഷ്ടപരിഹാരമോ ഒന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. സത്യം എന്താന്ന് ലോകം അറിയണം. എന്നെക്കൊണ്ട് പോലീസുകാരും രാഷ്ട്രീയ പ്രവർത്തകരും നിർബന്ധിച്ചു പറഞ്ഞതാണ് ആ പേര് എന്നുള്ളത് എല്ലാവരും അറിയണം എന്നൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ശരണ്യ കേട്ടോ. അങ്ങനെ ശരണ്യ തന്റെ അനുജനോട് പറഞ്ഞ് അലീനയെ വരുത്തുന്നുണ്ട്. അലീനയെ ആരും അറിയാതെ ശരണ്യ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ അലീനോട് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി ഞാൻ എല്ലാവരോടും സത്യം പറയാൻ തയ്യാറാണ്. എന്ത് വേണമെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. കോടതിയിൽ വെച്ചോ പത്രസമ്മേളനം വിളിച്ചോ എങ്ങനെ വേണമെങ്കിലും സത്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ കാരണം ഒരാൾ ശിക്ഷിക്കപ്പെടരുത്. ചെയ്യാത്ത തെറ്റിന് ഒരിക്കലും രോഹിത് ശിക്ഷിക്കപ്പെടരുത്. അതെനിക്ക് ജീവിതകാലം മുഴുവൻ ആ വിഷമം എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. അയാൾ മാത്രമല്ലല്ലോ ആ വിഷമങ്ങൾ സഹിക്കുന്നത്, ആ കുടുംബം മുഴുവൻ ആ വേദനയിലും ആ ഒരു അപമാനത്തിലും നേരി കഴിയല്ലേ. അതെനിക്ക് സഹിക്കില്ല ചേച്ചി. അതുകൊണ്ട് സത്യങ്ങൾ എന്തായാലും പുറത്തു വരണം
എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന പറയുന്നുണ്ട്, മോളെ നീ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഒരിക്കലും ഞാൻ നിന്നെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കില്ല. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ നീ ചെയ്യാവൂ. ഒരിക്കലും നിന്നോട് അത് ചെയ്യേ ഇത് ചെയ്യേ എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിക്കില്ല. അപ്പൊ നിനക്ക് പോലും തോന്നും നിന്നോട് ഞാൻ കാണിച്ച സ്നേഹവും വാത്സല്യമൊക്കെ ചതിയായിരുന്നു എന്ന് നിനക്ക് തന്നെ തോന്നുമെന്ന് പറഞ്ഞപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല ചേച്ചി. എന്നെ ഇപ്പൊ ഇങ്ങനെ ഞാൻ എല്ലാവരോടും സംസാരിക്കാനും ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കാനൊക്കെ ഒരു കാരണക്കാരി ചേച്ചി മാത്രമാണ്. ആ ചേച്ചിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതിലും എനിക്കൊരു കുറ്റബോധമോ ഒരു തെറ്റിദ്ധാരണയോ ഉണ്ടാവില്ല. പക്ഷെ ഇത് ചേച്ചിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഇത് എന്റെ മനസാക്ഷിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാനേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. പോലീസുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ പറഞ്ഞതനുസരിച്ച് എനിക്ക് ആ പേര് പറഞ്ഞേ പറ്റില്ലായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് ആ ആത്മധൈര്യം ഉണ്ട്. എന്തിനും നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. അത് തന്നത് ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ സത്യം ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്യും. ഞാൻ കാരണം ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ഒരാള് ശിക്ഷിക്കപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എവിടെ വേണമെങ്കിലും സത്യം തുറന്നു പറയാൻ ഞാൻ തയ്യാറാണ്. ഇത് ചേച്ചീനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ചേച്ചി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ ചെയ്തോളൂ. എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ശരണ്യ അലീനയോട് പറയുന്നുണ്ട്. അങ്ങനെ അലീന ശരണ്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തിരിച്ച് അലീന ഇതൊക്കെ ബാലചന്ദ്രനോട് പോയി പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ശരണ്യ ചെയ്യാൻ തയ്യാറാണ് എന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ എവിടെ വെച്ചിട്ടാണ് കണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് അവളുടെ അനുജനെ കൂട്ടി അവൾ വന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ അവളെ കണ്ടത് സംസാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഒരു പ്രസ് മീറ്റ് അവളുടെ ശരണ്യയുടെ വീട്ടിലേക്ക് ഒരു ന്യൂസ് ചാനൽ ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവരോട് ആദ്യമൊക്കെ ആ വീട്ടുകാരെ എതിർക്കുന്നുണ്ട്, കയറ്റാൻ സമ്മതിക്കില്ല. പക്ഷേ അവിടെ ആ വീട്ടിൽ നിന്ന് എല്ലാവരെയും എതിർത്തുകൊണ്ട് ശരണ്യ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശരണ്യ എല്ലാവരോടും സത്യം തുറന്നു പറയുന്നുണ്ട്. ഇങ്ങനെയാണ് സത്യം, രോഹിത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ അന്ന് പോലീസുകാരോട് തുറന്നു പറഞ്ഞതാണ്. പക്ഷെ കേസിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 പ്രതികളും വേണമെന്ന് പറഞ്ഞ് പോലീസുകാർ കൂട്ടിച്ചേർത്തതാണ് ആ പേര്. ശരിക്കും രോഹിത് എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, എന്റെ ദേഹത്ത് പോലും അയാൾ സ്പർശിച്ചിട്ടില്ല. തെറ്റ് ചെയ്യാത്ത ഒരാൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. ഇത് ഇന്നെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ എല്ലാവരോടും ചെയ്യുന്ന തെറ്റായിരിക്കും എന്നൊക്കെ ശരണ്യ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരണ്യ എല്ലാവർക്കും ഒരു മാതൃകയാവുകയാണ്. അങ്ങനെ കോടതിയിൽ വെച്ച് രോഹിത്തിന്റെ കാര്യം ശരണ്യ മൊഴി മാറ്റി പറയുന്നുണ്ട്, രോഹിത്തിനെ രക്ഷിക്കുന്നുണ്ട്. അതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാവും കേട്ടോ. അലീനയാണ് ഇതിനൊക്കെ ഒരു കാരണക്കാരി ആവുന്നതും. ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്